പെരിയാറിലൂടെ ഒഴുകിയെത്തിയ ആനയുടെ ജഡം എറണാകുളം പറവൂർ ഗോതുരുത്തിയിൽ അടിഞ്ഞു. 50% ജീർണിച്ച നിലയിലാണ് ആനയുടെ ജഡം കണ്ടത്. 15 വയസ്സ് പ്രായമുള്ള പിടിയാനയാണെന്നാണ് സൂചന. മലയാറ്റൂർ വനമേഖലയിലെ പുഴകളിൽ ആനകളുടെ ജഡങ്ങൾ സ്ഥിരമായി ഒഴുകിയെത്തുന്നതിനാൽ വനംവകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അഭിനന്ദ് പറയും. പെരിയാറിലൂടെ ഇത്തരത്തിലേക്ക് ആനയുടെ ജഡം ഒഴുകിയെത്തുന്നത് ഒരു പതിവ് കാഴ്ചയെ തുടരുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലേക്ക് ഒരു ആനയെ കാണാനില്ല എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നത്. ഇപ്പോൾ 50% ജീർണിച്ച നിലയിൽ ആണിപ്പോൾ ആനയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശദമായ അന്വേഷണം നടത്തി. ആ വിശദമായ അന്വേഷണത്തിനകത്ത് 15 വയസ്സ് മാത്രമുള്ള പിടിയാനയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആനയുടെ ജഡം സംസ്കരിക്കുന്നതിനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തുടർക്കഥയായി മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചത്. 11 അംഗ വിദഗ്ധ സമിതിയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK വിനോദ് കുമാർ നേതൃത്വത്തിലാണ് അന്വേഷണം. വിദഗ്ധ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പൂയംകുട്ടി പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ ഒരു സംശയം രേഖപ്പെടുത്തിയിരുന്നു. വനംവകുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നാണ്. എന്തായാലും ആ സംശയം ഉൾപ്പെടെ ദൂരീകരിക്കുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായത് 50% ജീർണിച്ച നിലയിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള കാണാതായ പിടിയാനെ ഇപ്പോൾ പെരിയാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.